കൊഞ്ച് ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകും. അതുപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായി ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് അതിലേക്ക് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണ് ഇടേണ്ടത്. കൊഞ്ചെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കണം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി തേങ്ങ, ജീരകം, 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് നമുക്ക് ചേർക്കാനുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ആവശ്യമായ ഉപ്പും പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.